ശബരിമലയിൽ തിരക്കു കൂടിയതോടെ തീർത്ഥാടകരെ വഴിയിൽ തടഞ്ഞു പോലീസ്. കോട്ടയം ജില്ലയുടെ വിവിധയിടങ്ങളിൽ മണിക്കൂറുകളോളമാണ് ഭക്തരെ തടഞ്ഞുവച്ചത്. വഴിയിൽ ഭക്ഷണവും വെള്ളവും കിട്ടാതെയായതോടെ കുട്ടികളുമായെത്തിയ സ്വാമിമാർ റോഡിലിറങ്ങി പ്രതിഷേധിച്ചു. തണ്ണിയില്ല, സാപ്പിടಕ್ಕೆ ഫുഡ് ഇല്ല, ഒന്നുമില്ല. 5 കിലോമീറ്റർ ഫുൾ ജാം, 5 കിലോമീറ്റർ ഫുൾ ട്രാഫിക് ജാം. ഇടത്താവളങ്ങളിലെല്ലാം തീർത്ഥാടകർ മണിക്കൂറുകളോളം കാത്തുകിടന്നു. കോട്ടയം ജില്ലയിൽ വൈക്കത്തും പൊൻകുന്നത്തും എരുമേലിയിലും റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിര. വെള്ളവും ഭക്ഷണവും നിലച്ചതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്വാമിമാർ റോഡിലിറങ്ങി പ്രതിഷേധിച്ചു. ഇവിടെ ഇപ്പം തടഞ്ഞിട്ടിരിക്കുന്നത് കാരണം അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അത് അങ്ങോട്ട് കടത്തിവിടാൻ പറ്റില്ല. നമ്മൾ ചെറിയ കുട്ടികളായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ചെറിയ കുട്ടികളും ഭക്ഷണമില്ല, ഒന്നുമില്ല, വെള്ളമില്ല, ഒരു ക്യാമ്പിലില്ല. മൊത്തത്തിൽ ബുദ്ധിമുട്ടായ അവസ്ഥയിൽ നിൽക്കുന്നു. തീർത്ഥാടക വാഹനങ്ങളുടെ നിര കിലോമീറ്ററുകളോളം നീണ്ടതോടെ പലയിടത്തും പൊതുഗതാഗതവും നിലച്ചു. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വാഹനങ്ങൾ തടയുകയല്ലാതെ വേറെ വഴിയില്ലെന്നാണ് പോലീസിന്റെ അറിയിപ്പ്. തിരക്ക് കൂടിയതോടെ റോഡിൽ തടഞ്ഞു നിർത്തിയ ഭക്തർ പുറത്തിറങ്ങി വെള്ളത്തിനായും ഭക്ഷണത്തിനായും അലയുകയാണ്. കൊച്ചു സ്വാമിമാരുമായൊക്കെ, കുഞ്ഞു സ്വാമിമാരുമായൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. വെള്ളവും ഭക്ഷണവും ഇല്ലാതെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടും പ്രതിഷേധവുമായതോടെ പോലീസിന് വെള്ളവും ഭക്ഷണവുമായി റോഡിലേക്ക് ഇറങ്ങേണ്ടി വന്നു. വെള്ളവും ഏത്തപ്പഴവും പിന്നെ പട്ടിമറ്റം തൊട്ട് കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയുള്ള പട്ടിമറ്റം തൊട്ട് ഇപ്പം കുറുവാമൊഴി ഈ പുത്തൻചന്ത വരെ വന്നു കൊടുത്ത് തീർന്ന സാധനം. ഏത് സ്റ്റേഷനിലാണ് സാർ? ഞാൻ ജനമൈത്രി പോലീസിന്റെ കമ്മിറ്റിയിലാണ്. അയ്യപ്പന്മാർ നന്ദി പറയാണ്. കാരണം ഒരുപാട് മണിക്കൂറുകളായി, 6-7 മണിക്കൂറുകളായി ഭക്ഷണവും വെള്ളവും ഇല്ലാതെ അവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ വെള്ളം കിട്ടിയോ? വെള്ളം ഭക്ഷണമൊക്കെ ഉണ്ടോ? കാറിൽ വെള്ളം ഉണ്ടായാണ് കുടിക്കുന്നത്. വേറെ ഒന്നും കിട്ടാനൊന്നുമില്ല, ഇവിടെ ഒന്നും കിട്ടാനില്ല. എത്ര മണിക്കൂറായിട്ട് കിടക്കുന്നു? 3-4 മണിക്കൂറായി കിടക്കുന്നു. തിരക്ക് കൂടുമ്പോൾ എരുമേലിയിലെ പേട്ടതുള്ളൽ പാതയിൽ പോലും സ്വാമിമാരെ തടയുന്നുണ്ട്. മുൻപൊന്നുമില്ലാത്ത വിധം ഇങ്ങനെ വഴിയിൽ കിടക്കേണ്ടി വരുന്നത് അനീതിയാണെന്നാണ് സ്വാമിമാർ പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.